ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഉടൻ ആക്രമിക്കുമെന്ന റിപ്പോർട്ട്. വരും ദിനങ്ങളിൽ തന്നെ ആക്രമണം ഉണ്ടാവുമെന്നാണ് അമേരിക്കൻ മാധ്യമമായ NBC റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം ആക്രമണത്തിന് US പിന്തുണ ഉണ്ടായേക്കില്ല. ഇറാഖിലേതടക്കം ഇറാന്റെ സാമീപ്യമുള്ള എല്ലാ രാജ്യങ്ങളിലെയും എംബസികളിൽ നിന്ന് US ജീവനക്കാരെ ഒഴിപ്പിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. Well, they are being moved out because it could be a dangerous place, and we'll see what happens. But we've given notice to move out, and we'll see what happens. They can't have a nuclear weapon. Very simple. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു. സബാൻ, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മറ്റൊരു സംഘർഷത്തിലേക്ക് കൂടെ പോകുന്നത്? എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ആദ്യം തന്നെ സനീഷ്, ഇക്കാര്യം ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു. എടുത്തു പറയേണ്ട കാര്യം, ഇറാൻ്റെ സാമീപ്യത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ, അതിൽ കുവൈറ്റും ബഹ്റൈനും അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും US എംബസിയിലുള്ള ഉദ്യോഗസ്ഥരോടും അവരുടെ ബന്ധുക്കളോടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നതാണ് വാർത്ത. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഏറെക്കാലമായി കേൾക്കുന്നതാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഉടൻ തന്നെ ആക്രമണം നടത്തുമെന്നൊരു വാർത്ത വളരെ കാലമായി പല രീതിയിൽ പല രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ തന്നെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ വാർത്ത വരുന്നത് ഉടൻ, അതായത് അത് മണിക്കൂറുകൾക്കകം ചിലപ്പോൾ ആയേക്കാം എന്ന നിലയ്ക്കാണ് ഈ വാർത്ത വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് UK അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും അവരുടെ പശ്ചിമേഷ്യൻ കേന്ദ്രങ്ങളിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം, ഇറാന് ആണവ ആയുധം ഉണ്ടാക്കുന്നത് ഒരിക്കലും കഴിയില്ല, അതിന് അനുവദിക്കില്ല എന്നാണ് അവസാന വാചകമായി പറഞ്ഞത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൽ ആദ്യമായാണ് ഇറാൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം മിസൈലുകൾ വിടുന്നത് നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഒരു സംഘർഷ സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ആണവരഹസ്യങ്ങൾ ചോർത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തത്. ഈ സാഹചര്യം മാത്രവുമല്ല, ഇപ്പോൾ അഞ്ചാം റൗണ്ടാണ് ഇറാൻ്റെ ആണവ കരാറുമായി ബന്ധപ്പെട്ട്, അതായത് ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകളുടെ 5ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ റോമിൽ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം പൂർത്തിയായെങ്കിലും തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ആയത്തുള്ള ഖമൈനി പറഞ്ഞത്, യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള മുഴുവൻ അവകാശവും നമുക്കുണ്ട്, കരാറുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണത്തിനും തയ്യാറാവുന്നില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആണവ ആയുധം ഇറാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്കത് അനുവദിക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ ഭയവുമാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അവർ ഏത് നിലയ്ക്കും തടുക്കുമെന്നത് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഇത് ഇറാനെ സമ്മർദ്ദത്തിലാക്കാം, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് നീങ്ങാം. ശരി, നന്ദി സബാന വിവരങ്ങൾക്ക്. എന്തായാലും മറ്റൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് കൂടെ ലോകം പോയേക്കുമോ എന്ന ആശങ്കയാണ് ഉള്ളത്.